ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ജയൻ വയനാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ ആരിലേക്കൊക്കെ ഈ വീഡിയോ എത്തുമെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ അറിയുന്ന ജിലുനുവ ടോക്സ് എന്നുള്ള ചാനലിനെ അറിയുന്ന കുറച്ച് പേരിലേക്കെങ്കിലും ഈ വീഡിയോ എത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മിക്ക ആളുകളും ചെയ്ത പോലെ തന്നെ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ടൈം പാസ് പോലെയാണ് ഞാനും ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടക്കകാലത്ത് മക്കളെ വീഡിയോസും കണ്ടന്റും കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ മക്കളെ പേര് ഉൾപ്പെടുത്തി അതിന് ജിലുനുവ ടോക്സ് എന്ന് പേരിട്ടു. നീണ്ട 5 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിരുന്നു അതിൽ 11.3K സബ്സ്ക്രൈബേഴ്സും ഒരു 700-ൽ പരം വീഡിയോസും ഞാൻ ആ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തുടക്കകാലത്ത് ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല, ഞാൻ എൻ്റെ ആഗ്രഹമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എനിക്ക് കട്ടക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ ചാനൽ എനിക്ക് 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതും. നമ്മളൊരു കാര്യം വാശിയോടെ ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നമ്മൾ സക്സസ് ആവുകയാണ് എന്ന് തോന്നിക്കഴിയുമ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതൊരു പ്രകൃതി നിയമമാണ്. ഒരു 100 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും നമ്മളെ വലിച്ച് താഴെയിടാൻ അല്ലെ നമ്മളെ തോൽപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിച്ച ഒരാൾ എന്നെ പുറകുന്നൊന്ന് കുത്തിയതിൻ്റെ ഒരു ഫലമാണ്, അല്ലെങ്കിൽ അയാൾ എന്നോട് ചെയ്ത ഒരു ചതിയാണ് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ജിലുനുവ ടോക്സ് എന്ന് സെർച്ച് ചെയ്താൽ അങ്ങനെ ഒരു ചാനൽ ഉണ്ടായതിൻ്റെ യാതൊരു തെളിവും അവിടെ അവശേഷിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ വേണേൽ സെർച്ച് ചെയ്ത് നോക്കുക, ജിലുനുവ ടോക്സ് എന്ന് സെർച്ച് ചെയ്താൽ അങ്ങനെ ഒരു ചാനൽ ഉള്ളതിൻ്റെ യാതൊരു തെളിവും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. യൂട്യൂബ് തുടങ്ങിയ കാലത്ത് ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് വന്നു, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്, എങ്ങനെയാണ് നമുക്ക് കുറേ സ്ട്രൈക്ക് വരുന്നത്, നമ്മളെ ചാനൽ എങ്ങനെയാണ് യൂട്യൂബ് ടെർമിനേറ്റ് ആക്കി കളയുക അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയുക എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ സ്വന്തം അനുഭവത്തിൽ വന്നപ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചാനൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഇതിനോടകം തന്നെ കുറേ ആളുകൾക്കൊക്കെ അറിയാം. എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവരും പിന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്റ്റ് ഉള്ള കുറച്ച് ആളുകളൊക്കെ ചോദിച്ചു, ചാനൽ എവിടെ, ചാനലിന് എന്താ സംഭവിച്ചത്, ചാനൽ എവിടെ പോയി എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു. അവർക്കൊക്കെ ഞാൻ പേഴ്സണലി മെസ്സേജും റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേൾക്കുമ്പോൾ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലാണ് എന്ന് ചിലവർക്കെങ്കിലും തോന്നുമെങ്കിലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 11,000 ചില്ലറ ഫാമിലി ഉണ്ടാക്കിയെടുത്ത ഒരു ചാനൽ പെട്ടെന്ന് ഒരു നിമിഷം ഒരാളെ വാശിക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ളൊരവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ആ ഒരു ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഫാമിലിയും അനുഭവിച്ച വിഷമം, ബുദ്ധിമുട്ട്, മാനസിക പ്രയാസം അതൊരാൾക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. കാരണം അത് അത്രയും വലുതായിരുന്നു. എന്താ പറയുക, ഒരു നിമിഷം ഞാൻ ആത്മഹത്യനെ കുറിച്ച് പോലും ചിന്തിച്ചു പോയിട്ടുണ്ട്. പിന്നെ മക്കളെ മുഖം, ഫാമിലീൻ്റെ മുഖം ഒക്കെ മുന്നിൽ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരു ഭീരുത്വമല്ലേ, എന്നെ തകർക്കാൻ അല്ലെ എൻ്റെ ഫാമിലീൻ്റെ വിഷമം കാണാൻ ആഗ്രഹിച്ച് ഒരാൾ ചെയ്ത ഒരു ചതി, അത് നമ്മൾ തോറ്റ് പിന്മാറുമ്പോൾ അത് അവർ വിജയിച്ച പോലെ ആയിപ്പോവില്ലേ. അപ്പം അതിനു വേണ്ടി ഒരാൾ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, ഓക്കെ. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ കൂടെ നിന്ന് നമുക്ക് കരുത്ത് തരികയും ചെയ്യുന്ന 1000 ആൾക്കാർ ഇപ്പുറത്തുണ്ട്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരുപാട് ആളുകൾ തന്ന സപ്പോർട്ട്, പിന്തുണ, പിന്നെ മാനസികമായിട്ട് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ആൾക്കാരുണ്ട്. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എന്നെ വിളിച്ച് കുഴപ്പമില്ല, ഒക്കെ ശരിയാവും, നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കുറേ ആളുകളുണ്ട്. അവർ തന്നൊരു ധൈര്യം, അവർ തന്നൊരു പിന്തുണ, അതിൻ്റെ പുതിയ പേരാണ് ജയൻ വയനാട് എന്നുള്ള ഈ പുതിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ പഴയതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുമ്പോൾ ഈ യൂട്യൂബ് ചാനൽ എനിക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് പഴയതിലും സ്പീഡിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളങ്ങനെ പെട്ടെന്ന് തോറ്റ് പിന്മാറുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഭീരുത്തല്ലേ. അപ്പം നമ്മളെ തകർക്കാൻ ശ്രമിച്ചവർക്ക് അതൊരു
വിജയമായിട്ട് കാണാനും പറ്റും. അപ്പോൾ അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പഴയതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സ്നേഹം സബ്സ്ക്രൈബായിട്ടും കമൻ്റായിട്ടും ലൈക്കായിട്ടും ഷെയർ ആയിട്ടും ഒക്കെ എനിക്ക് തരിക. അപ്പോൾ ചാനലിന് എന്താണ് സംഭവിച്ചത്, ആരാണ് സ്ട്രൈക്ക് കൊടുത്തത്, എങ്ങനെയാണ് ചാനൽ റിമൂവ് ആയത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ഒരുപാട് പുതിയ യൂട്യൂബേഴ്സിന് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയൊക്കെയാണ് നമുക്ക് പാളിച്ച പറ്റാൻ പാടില്ലാത്തത്, എന്തൊക്കെ പാളിച്ചകളാണ് നമ്മളെ ചാനലിനെ പെട്ടെന്ന് ഇല്ലാതാക്കിയത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് ജിലൂനുവ ടോക്സിൻ്റെ പുതിയൊരു വേർഷനാണ്. അതിലുള്ള കണ്ടന്റുകൾ, കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒക്കെ ആയിട്ട് ഞാൻ പഴയതിലും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും ജയൻ വയനാട് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഇതെത്തിക്കുക. കാരണം എൻ്റെ പഴയ ചാനലിലുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ പുതിയ ചാനൽ തുടങ്ങിയതായിട്ട് അറിയിക്കണമെങ്കിൽ നിങ്ങളെ ഷെയർ, ലൈക്ക്, കമൻറ്റ് അതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്